Hi dear students, question number 21. See, magnetic field at the center of a loop formed by two semicircular wire. R1 is 2 pi meter and radii R2 is 4 pi meter, carries a current of 4 ampere shown in figure. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ചെയ്തതാണ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സിലെ ടിപ്പിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. പല രീതിയിൽ നമ്മൾ ഇതേ കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സെമി സർക്കിൾ ഉള്ളത്. അവിടെ കറണ്ടിൻ്റെ ഡിറക്ഷൻ സെയിം ആയിരിക്കും, കാരണം അതൊരൊറ്റ സിംഗിൾ ലൂപ്പാണ്. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ രണ്ട് സെമി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് μ0 I ഡിവൈഡഡ് ബൈ 4R വരും. ഫുൾ സർക്കിളാണ് μ0/2R ആണ്. സെമി സർക്കിൾ ആയതുകൊണ്ട് പകുതി ഒരു ഫുൾ സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹാഫ് ആണ് വരിക. സോ μ0/4R 4R1 പ്ലസ് സെക്കൻഡ് വൺ ഇസ് μ0 I ഡിവൈഡഡ് ബൈ 4R2. μ0 എന്ന് പറയുമ്പോൾ 4 pi ഇൻറ്റു 10⁻⁻7 ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ 4 ഡിവൈഡഡ് ബൈ 4 ടൈംസ് ഓഫ് R1 വരുന്ന എത്രടാ 2 pi പ്ലസ് μ0 again you can write 4 pi into 10⁻⁻7 കറണ്ട് 4 ആംപിയർ. കോമൺ ആക്കി ചെയ്താൽ മതി, പക്ഷേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യാം. കാരണം കട്ട് ചെയ്യാനുള്ള വാല്യൂസ് കട്ട് ചെയ്ത് നമുക്ക് അവസാനം എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ 4 ഇൻറ്റു സെക്കൻഡ് റേഡിയസസ് 4 pi. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഇസ് 4ഉം 4ഉം കട്ട് ചെയ്താൽ 2 പൈയും 4 പൈയും കട്ട് ചെയ്താൽ ഇവിടെ 2 ആ വരിക. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 10⁻⁻7 പ്ലസ് ഇവിടെ നമ്മൾ 4 പൈയും 4 പൈയും കട്ട് ചെയ്തു, പൈയും കട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ഓൺലി 1 ഇൻറ്റു 10⁻⁻7. അപ്പോൾ ടോട്ടൽ 3 ഇൻറ്റു 10⁻⁻7 ടെസ്ല ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ വാല്യൂ ഓഫ് ആൽഫ ഈസ് 3. Is it clear? Okay.